ഹലോ ഗെയ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റിഗ്നോഗ്രഫീൻ്റെ ഒരു എക്സിറ്റ് ടൂൾ വെച്ച് സ്റ്റിഗ്നോഗ്രഫി എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ മെറ്റാഡാറ്റയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു എക്സിറ്റ് ടൂൾ വെച്ചിട്ടുള്ള. ഓക്കെ, ഇന്നും സ്റ്റിഗ്നോഗ്രഫീൻ്റെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ വെക്കും. നമ്മളൊരു ഫയലിൽ, ഒരു ഇമേജിൽ ഒരു ടെക്സ്റ്റ് ഫയലോ HTML ഫയലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫയൽ എംബഡ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അതിലെങ്ങനെ നമ്മൾ എംബഡ് ചെയ്ത് അയച്ചു കൊടുക്കാം. നമുക്ക് ഒരു ഇമേജ് എടുക്കാം. ഞാൻ ഈ ഫയൽ ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാണ്. എനിക്ക് ഡെസ്ക് ടോപ്പിൽ ഞാൻ ST ഇറങ്ങിയൊരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്റ്റിഗ്നോഗ്രഫിക്ക് വേണ്ടി. ഞാൻ സേവ് കൊടുത്തു. സ്റ്റിഗ്നോഗ്രഫി ഇറങ്ങിയ അതേപോലെ തന്നെ ഇതേപോലെ ഫയൽ എങ്ങനെ ഒരു ഇമേജിൻ്റെ ബേക്കിൽ എങ്ങനെ ഫയൽ എംബഡ് ചെയ്ത് കൊടുക്കാം, ഇതൊക്കെ തന്നെ സ്റ്റിഗ്നോഗ്രഫിയിൽ ഫസ്റ്റ് നമ്മൾ എക്സിറ്റ് ടൂൾ ചെയ്തിരുന്നു. ഞാൻ അതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിഗ്നോഗ്രഫിയിൽ ബാക്കിയുള്ള ടൂളുകൾ നമ്മൾ പരിചയപ്പെടാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇത് ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ST എന്നുള്ള ഫോൾഡറിലേക്ക് നമ്മൾ സേവ് ചെയ്തു. നോക്കിയാൽ കാണാം, ഇവിടെ അതുണ്ട്. നമുക്ക് ഇനി വേണ്ടത് നമുക്കൊരു ഒരു ഫയൽ വേണം. നമ്മളിവിടെ തന്നെ ആ ഒരു ഫയൽ ഉണ്ടാക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യാം. ഈ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഈ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ എനിക്കൊരു TXT ഫയൽ ഞാൻ ഹൈഡ് ചെയ്ത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കൊരു TXT ഫയൽ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആരും അറിയരുത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിക്കാത്ത കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അതും കൂടി ഇതിലൂടെ നോക്കാം. സുഡാസ്യു LS കൊടുത്തു. ഈ ഒരു ഇമേജ് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് അടുത്തത് ഈ ഒരു ഇമേജിൻ്റെ ഹെഡ് പറഞ്ഞാൽ ഈ ഒരു ഇമേജിൻ്റെ ഹെഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ളൊരു കമാൻഡാണ് ഹെഡ്. അതിന് വേറെ ടൂളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹെഡ് എന്ന് കൊടുക്കുക, ആ ഫയലിൻ്റെ നെയിം കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഇമേജ് പറഞ്ഞാൽ കുറേ കോഡുകൾ വെച്ചിട്ടാണ് ഈ ഇമേജിനുള്ളത്. അപ്പോൾ ഇമേജിൻ്റെ ഉള്ളിൽ ആ കോഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഈ ഒരു ഹെഡ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, HEAD ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഡാർക്ക് ഫേസ് യൂസിങ് ലാപ്ടോപ്പ് ആൻഡ് ഡാർക്ക് റൈറ്റ് റൂം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാക്കർ ഡാർക്ക് ഫേസ് യൂസിങ് ലാപ്ടോപ്പ് ഇൻ ഡാർക്ക്. കുറച്ചൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല അതെന്താണെന്നൊന്നും. ഇതൊക്കെ എങ്ങോട്ടേക്കോ ഗെറ്റ് ഇമേജിക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഹെഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഈ ഒരു നോട്ട് കണ്ടു. ഇത് നമുക്ക് വായിക്കാൻ പറ്റും. ഇതാർക്ക് നോക്കിയാലും ഈ സാധനം വായിക്കാം. നമ്മളിപ്പോൾ അല്ലാതെ ഈ ഫോട്ടോ നോക്കിയിട്ട് ഒന്നും കണ്ടില്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഒരു കമാൻഡ് കൂടി ഉണ്ട്, ടെയിൽ. ഇനി ഏറ്റവും അടിയിൽ കാണാനാണ് ഈ ടെയിൽ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇനി ആ ഇമേജിൻ്റെ ഫയൽ നെയിം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ടെയിൽ കൊടുക്കുക. ടെയിലിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. ഇതൊന്നും നമുക്ക് വായിക്കാൻ കഴിയാത്ത എന്തൊക്കെയാണ്, ബ്ലാ ബ്ലാ എന്തൊക്കെയോ ഉണ്ട്, സംതിങ് എന്തൊക്കെയോ. ഇതൊന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഹെഡിൽ കിട്ടി വായിക്കാൻ കഴിയുന്നത് എങ്ങനെ കിട്ടി, ഫേസ് ഹാക്കർ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കിട്ടിയേനെ ഇതാക്കണേ, ഹാക്കർ ഡാർക്ക് ഫേസ് യൂസിങ് ലാപ്ടോപ്പ് ഡാർക്ക് റൂം. ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒന്നും വായിക്കാൻ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഹെഡ് ടെയിൽ ഇറങ്ങിയ രണ്ടെണ്ണം ഉണ്ട്. ഇനി ബിൻ വാക്ക് ഉണ്ട്. ബിൻ വാക്ക് ദെൻ ആ സാധനം അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക, ഫയലിൻ്റെ നെയിം. ഇതിലിപ്പോൾ സംതിങ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇമേജ് നമുക്കൊക്കെ ക്ലിയർ ചെയ്യാം. നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഇമേജ് നേരത്തെ ഞാൻ എടുത്തെന്നില്ലേ, ഈ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഫയൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കാം. അപ്പോൾ സ്റ്റെക്ക് ഹൈഡ് ഇറങ്ങിയൊരു കമാൻഡാണ് നമുക്ക് കൊടുക്കല്ലേ, സ്റ്റെക്ക് ഹൈഡ്.
HIDE ഹൈഡ് കഴിഞ്ഞാൽ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ മൈനസ് ഹെൽപ്പ് കിട്ടും. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എംബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള കമാൻഡാണ് എക്സ്ട്രാക്റ്റ് ഞാനൊരു -SF ആണ് തോന്നുന്നു. ഓക്കെ, ഞാൻ ഈ ഇമേജിൻ്റെ നെയിം കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരും. എന്തെങ്കിലും എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫയൽ എന്തെങ്കിലും എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കാണിച്ചു തരും. ഓക്കെ, എൻ്റർ ഒരു പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. പാസ്വേഡ് സ്റ്റക്കേഡ് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് വെറുതെ ചോദിക്കണേ. ചിലയിൽ അത് കറക്റ്റായിട്ടാവും ചോദിക്കുക, ചിലയിൽ പാസ്വേഡ് വെറുതെ വയ്ക്കണേ. അപ്പോൾ വെറുതെ എൻ്റർ അമർത്തി വിട്ടാൽ മതി. ഡാറ്റ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഡാറ്റ ഇടണം. നമുക്കിത് ക്ലിയർ ചെയ്യാം. നമുക്കതിൽ പാസ്വേഡ് കൊടുക്കാം കേട്ടോ. പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റർ അമർത്തി വിട്ടത്. എനിക്കറിയാം പാസ്വേഡ് ഇല്ലയെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റർ അമർത്തി വിട്ടത്. പാസ്വേഡൊക്കെ കൊടുത്തിട്ടാവും അങ്ങനെ സെൻഡ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ സെൻഡ് ചെയ്യും. അപ്പോൾ ഒന്നറിയില്ലല്ലോ, ഇമേജ് അല്ലേ. ഇമേജിൻ്റെ ബേക്കിൽ ടെക്സ്റ്റ് ഫയൽ ഉണ്ടാവും. ടെക്സ്റ്റ് ഫയലിൽ ഒക്കെ എഴുതാനുള്ളതൊക്കെ എന്തൊക്കെയാണ് ചെയ്താൽ. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഉള്ളിലേക്ക്, നേരത്തെ കാണിച്ചിരുന്ന ഇമേജിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു TXT ഫയൽ ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ TXT ഫയൽ വേണം. ഞാൻ ഇവിടെ ഒരു TXT ഫയൽ, എന്ത് ഫയലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ TXT ഫയലാണ് എടുക്കുന്നത്. TXT ഞാൻ അതിന് എന്ത് കൊടുക്കും, ഹായ് എന്ന് കൊടുത്തു. .txt ആ ഫോർമാറ്റ് കറക്റ്റായിട്ട് വേണം കേട്ടോ. നിങ്ങൾ HTML ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുതുക. നമുക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ഇതാ, ഹാക്കിംഗ് പോയോ ട്രിക്സ്. ഓക്കെ, ഹാക്കിംഗ് ട്രിക്സ് എന്ന് എഴുതി. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ നമ്മളെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതൊന്ന് പോയി കയറാം. ഇതിൽ അഥവാ നമ്മളെ യൂട്യൂബ് ചാനലിന് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. കണ്ടൻറ്റ് അങ്ങനത്തെയാണ്, ആയതുകൊണ്ട് എടുത്ത് കളയും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് അടിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യം വന്നാൽ സെക്കൻഡ് ചാനലുണ്ട്, തേർഡ് ചാനലുണ്ട്. ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ലിങ്ക്, 2 ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ അത് നമ്മളെ ചാനൽ പോവുകയാണെങ്കിൽ അതിലായിക്കാരം വീഡിയോ ഇടാം. അപ്പോൾ തിരഞ്ഞ് കണ്ടുപിടിക്കണ്ടല്ലോ. അതേപോലെ ടെലിഗ്രാം ചാനലിൽ കയറിയാൽ നമ്മൾ ഇതിലിടാൻ പറ്റാത്ത വീഡിയോസൊക്കെ അതിലിടാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിലൊന്നും കൂടി ഒന്ന് കയറുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതി ഹാക്കിംഗ് ട്രിക്സ് എന്ന് എഴുതി. ഓക്കെ, ഹാക്കിംഗ് ട്രിക്സ് എഴുതി. ഇനി നമുക്ക് ആ ഫയലിൻ്റെ ഉള്ളിലേക്ക് എംബഡ് ചെയ്ത് വെക്കണം. ആ ഒരു ഇമേജിൻ്റെ ഉള്ളിലേക്ക്, ആ JPG ഫയലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കാണുന്ന TXT ഫയൽ എംബഡ് ചെയ്ത് വെക്കണം. ആരും അറിയരുത്. അങ്ങനെ ഒരു പരിപാടിയാണ്. സ്റ്റക്കേഡ് ദെൻ എംബഡ് ചെയ്യണം. എംബഡ് EMBED -CF കവർ ഫയൽ ആട്ടോ. CFൻ്റെ ഫുൾ ഫോം കവർ ഫയൽ. ആൻഡ് ഇമേജിൻ്റെ പേര് നമ്മൾ പേസ്റ്റ് ചെയ്തിരുന്നില്ലേ. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. ഇമേജിൻ്റെ പേര് പേസ്റ്റ് ചെയ്തു നമ്മൾ. ഇങ്ങനെ നമുക്ക് -EF എംബഡ് ഫയൽ, നമുക്ക് എംബഡ് ചെയ്യേണ്ട ഫയൽ, അത് നമ്മൾ എടുത്തത് എന്തായിരുന്നു, hi.txt അല്ലേ. hi.txt ഇത് നമുക്ക് എംബഡ് ചെയ്ത് വെച്ചു. അതിനല്ലേ നമ്മളെടുത്ത് ആണ് hi.txt. ഇനി നമ്മൾ ഈ കാണുന്ന കറക്റ്റ് പറഞ്ഞാൽ ഈ കാണുന്ന ഇമേജിൻ്റെ ഉള്ളിലേക്ക് ഈ കാണുന്ന TXT ഫയൽ എംബഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു ഇമേജിൽ കാണൂല, പെട്ടെന്ന് നോക്കണവർക്കൊന്നും ഈ ഒരു TXT ഫയൽ ഇതിൻ്റെ ഉള്ളിൽ കാണൂല. ഇത് ഇതേപോലെ എക്സ്ട്രാക്ട് ചെയ്യണം. പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യില്ല ഓൾക്ക്. അതിനാണ് സ്റ്റിഗ്നോഗ്രഫി. ഓക്കെ, ഇനി ജസ്റ്റ് എൻ്റർ അമർത്തുക. ഇത് ഫസ്റ്റ് ഒന്നും കൂടി പറയാം. സ്റ്റക്കേഡ് എംബഡ്. ഓക്കെ, എംബഡ് എന്നിട്ട് P ആട്ടോ എഴുതിയത്, B ആണ് കേട്ടോ. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. സ്റ്റക്കേഡ് എംബഡ് ഇത് കൊടുത്തു. ഇനി ജസ്റ്റ് എൻ്റർ അമർത്തുക. എൻ്റർ ദ പാസ്വേഡ്. നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുക്കില്ല കേട്ടോ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പാസ്വേഡ് കൊടുക്കണമെങ്കിൽ പാസ്വേഡ് അടിക്കാം. ലിനക്സ് ആയതുകൊണ്ട് അവിടെ പാസ്വേഡ് അടിക്കണത് കാണിക്കില്ല. പിന്നെ ഒന്നും കൂടി എൻ്റർ ചെയ്യാൻ പറയും. അപ്പോഴും ഞാൻ എൻ്റർ അമർത്തി വിട്ടു, എംബഡ് ചെയ്തു കേട്ടോ. അവിടെ ഈ ഒരു ഇതിക്ക് എംബഡ് ചെയ്തു. ഇനി ഞാനിത് കളഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഇമേജ് ഫയലിലേക്കാണ് ഞാൻ എംബഡ് ചെയ്തത്. ഓക്കെ,
ഇനി LS അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് മാത്രമേ അവിടെ കാണുള്ളൂ. ഇനി ഞാൻ എനിക്കിപ്പോൾ ഈ ഇമേജ് തുറന്നു നോക്കാമല്ലേ, എന്തെങ്കിലും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ? ഒന്നും കാണില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു TXT ഫയൽ ഉണ്ടെന്നൊന്നും കാണില്ലല്ലോ. അതാണ് സ്റ്റിഗ്നോഗ്രഫി. ഓക്കെ, ആ ഒരു TXT ഫയലിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു ആ ഒരു ഇമേജിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് നേരത്തെ കൊടുത്ത കമാൻഡ് തന്നെ കേട്ടോ. സ്റ്റെക്കൈഡ് എക്സ്ട്രാക്റ്റ് -F ആ ഒരു ഇമേജിൻ്റെ പേര് കൊടുക്കുക, ദെൻ എക്സ്ട്രാക്റ്റ് കൊടുക്കുക, എൻ്റർ അമർത്തുക. പാസ്വേഡ് ചോദിച്ചു, നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും കൂടി കൊടുക്കുക. ഓക്കെ, hi.txt റോട്ടേറ്റ് ഡാറ്റ ടു എക്സ്ട്രാക്റ്റ്. ഓക്കെ, എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ അവിടെ കാണുന്നുണ്ടോ? LS ഇതാക്കണം, hi.txt എന്ന് പറഞ്ഞ ഫയലുണ്ട്. അപ്പോൾ നമ്മൾ ക്യാറ്റ് അടിച്ചു, hi.txt എടുക്കുക, കോപ്പി ചെയ്തു, ദെൻ പേസ്റ്റ് ചെയ്തു. നമുക്ക് ടെർമിനലിൽ തന്നെ കാണാം എന്താ എഴുതിയെന്ന്. ഹാക്കിംഗ് ട്രിക്സ് ഇപ്പോൾ മനസ്സിലായല്ലേ? ഒരു ഇമേജിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഈ ഒരു TXT ഫയൽ ആഡ് ചെയ്തു എന്ന്. ഇത് കുറച്ചും ഞാൻ ഡിലീറ്റ് ചെയ്ത സാധനമാണ്. ഞാനെങ്കിൽ ഒന്നുകൂടി കാണിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. കണ്ടോ? LS hi.txt. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിന്? ഇനി ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം. hi.txt ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്യുക. ഞാൻ എന്നിട്ട് ഈ ഒരു ഇമേജിനെ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവരാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് ആവണ്ട, അവിടെ നിന്ന് മാത്രം ആവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുവരാം. പേസ്റ്റ് ചെയ്തു. ഞാൻ ടെർമിനൽ തുറന്നു ഇതുവഴി. ഇതാട്ടോ അതിൻ്റെ ഫയലിൻ്റെ പേര്. എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. termux.jpg ആണ് കിടക്കുന്നത്. സോറി, ടെർമക്സ് അല്ലല്ലോ നമ്മളെടുത്തത്. നമ്മളെടുത്ത ഫയൽ കൊടുത്താലല്ലേ കിട്ടുള്ളൂ. ഈ ഒരു ഫയലാണ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇട്ടെ, പേസ്റ്റ് ചെയ്തു. കണ്ടോ? hi.txt വന്നുകൂടെ. അപ്പോൾ ഈ ഒരു ഫയൽ എവിടെ കൊണ്ടിട്ടാലും അതാണ് hi.txt ക്യാറ്റ്. ഇപ്പം ഞാനിത് ഈ വാട്സപ്പ് കൂടെ സെൻഡ് ചെയ്താലും ഓൾക്ക് ആർക്ക് അയച്ചാലും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു TXT ഫയൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് പിന്നെ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ സാധനം കിട്ടുള്ളൂ. കണ്ടോ? ഹാക്കിംഗ് ട്രിക്സ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ ലൈക്ക് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2 ചാനലുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് പോയി സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ യൂട്യൂബിൻ്റെ സ്ട്രൈക്കോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അതിലാവും ഇടുക. അപ്പോൾ അതിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതും കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.